രാവിലെ തല്ലിക്കുടഞ്ഞിന് ചിടലിമാവിനുള്ളത് ഇന്നലെ തന്നെ അരച്ച് വെച്ചിരുന്നത് കൊണ്ട് രാവിലെ അതിട്ട് ഇളക്കുക. ഇളക്കി 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 ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കുക. ഭയങ്കര ഇളക്കാം. ഇളക്കി 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 മതി. കൈ കഴിച്ചപ്പോൾ നിർത്തി. ഇഡലിക്കുട്ടത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചും ചെന്ന് നോക്കും. മോൻ്റെ കയ്യെ ഇടയ്ക്ക് എണ്ണ തൂക്കുക. അവൻ കോരി ഒഴിച്ചു. എന്നെ പഠിപ്പിക്കുക, ഇങ്ങനെ ഇച്ചിരി ഒഴിക്കാവൂ, കോരി ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കുക. അതിനിടയ്ക്ക് എൻ്റെ കയ്യെ തട്ടി അവിടെ എല്ലാം ആയി. ഇത്രയും വെച്ച് ഒഴിക്കാവൂ, ഇത്രയും വെച്ച് ഒഴിക്കാവൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇഡലി വെന്തു. എന്ത് പെട്ടെന്ന് ഇഡലി വെന്തു. ഇനി അടുത്തത്. എനിക്ക് ദോശ മതിയെന്ന് പറഞ്ഞതിന് നെല്ലിക്കയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നെല്ലിക്കയല്ല, അത് വെണ്ണയാണ്. കരിഞ്ഞു പോകഞ്ഞെല്ലാം പോയാച്ച്. ഇഡലി നോക്കൂ, എന്തൊരു സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡലി. പഞ്ഞിക്കെട്ടാണോ എന്ന് തോന്നിപ്പോകും. പഞ്ഞിക്കെട്ട് അത് പിച്ചി പുറത്ത് നാശകോശകോടാലിയാക്കി. അയ്യേ, എന്തോ പണിയാണ് കാണിക്കുന്നത്. കടലക്കറിക്ക് വേണ്ടി ഉള്ളി വഴറ്റുക. കൊച്ചുള്ളി ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി അതിനകത്ത് വെളുത്തുള്ളിയും കൂടെ കൂട്ടി കടലക്കറി ഉണ്ടാക്കുക മോനെ. അമ്മ കടലക്കറി മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ട് സ്വന്തം കരിയാപ്പില ഉള്ളത് കൊണ്ട് പോയി കൊന്ന് പറിക്കുകയോ ഇടുക. ഇത് തന്നെ പണി. അതിൻ്റെ തണ്ടൊടിക്കല്ലേന്ന് ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ തന്നെ തണ്ടൊടിക്കും. ഇനിയും കരിയാപ്പിലയും വെച്ചുള്ള കുറച്ച് ഷോ. എന്താ ഷോ? കരിയാപ്പില തന്നെ നടന്നു പോകുന്ന എൻ്റെ വിചാരം. നോക്കാം പോകുന്നുണ്ടോ? കൊണ്ടാൻ കഴുകി. ഇല കീടങ്ങളോ ജലന്തിയോ പുഴുവൊക്കെ ഉണ്ടെങ്കിലോ കഴുകി അതിനകത്ത് കൊണ്ട് ഷൂന്നൊരു സൗണ്ട് കേൾക്കാൻ അതിലോട്ടിടുമ്പോൾ